iOS 26 അപ്ഡേഷൻ ചെയ്യാത്തവർക്കുള്ള ഒരു വീഡിയോ കേട്ടോ. ചെയ്യാത്തവരുണ്ട്, ഇപ്പൊ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ സത്യം പറയാമല്ലോ, ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പോൾ ചെയ്തവർ പെട്ടിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തിന്റെ ഒരു 14 Pro Max ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 14 Pro Max ഒരു സ്ക്രീൻ അൺലോക്ക് ആവുന്ന ടൈമിങ് കാര്യങ്ങളൊക്കെ, അതുപോലെ വാട്സപ്പിലൊക്കെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നല്ല ലാഗ് വരുന്നുണ്ട്. 14 Pro Max ആണെങ്കിലും 13 Pro Max കാര്യമൊന്നും പറയാനില്ല. എത്രത്തോളം ഓൾഡ് വേർഷൻ ആവുന്ന ഫോണുകൾ അത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ iOS അപ്ഡേഷൻ ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു ബീറ്റ വേർഷൻ്റെ ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ടൊക്കെ ചെയ്താൽ മതി. നമുക്ക് അത് നല്ലൊരു തീരുമാനമാണ്. 1-2 മാസമൊക്കെ ഒന്ന് കാത്തുന്നോളി. പഴയ വേർഷനിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യണേ ഏറ്റവും നല്ലത്. കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്താൽ iPhone 16 Pro Maxും അതേപോലെ 15 Pro Maxും യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. 16 Pro Maxിലൊക്കെ ചെറിയ ബഗ്സ് മാത്രമേ ഉള്ളൂ, വലിയൊരു ബഗ്സ് വരുന്നില്ല. പക്ഷേ 13 Pro Max 14 Pro Max യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. iOS അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ മിനിമം 1-2 മാസം നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി.